ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുതിരയുടെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ് പറയാനാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മുതിര യൂസ് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ കൊണ്ടുവന്ന് കറി വെച്ചോ കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതിൽ കുറേ ഹെൽത്ത് ബെനിഫിറ്റ് അല്ലെങ്കിൽ കുറേ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കിഡ്നി സ്റ്റോൺ. അപ്പോൾ കിഡ്നി സ്റ്റോണുമായിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് രാവിലെ വെറും വയറ്റിൽ ഈ നമ്മൾ മുതിര വേവിച്ച വെള്ളം കുടിക്കുവാണെങ്കിൽ, അങ്ങനെ സ്ഥിരമായിട്ട് ഒരു 2-3 മാസം ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ ഈ കിഡ്നി സ്റ്റോൺ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് മുതിര എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഈ മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും, മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ മൂത്രത്തിലുള്ള കുറച്ച് അസുഖങ്ങൾ, ഇങ്ങനത്തെയൊക്കെയുള്ള അസുഖങ്ങൾ സഫർ ചെയ്യുന്ന ആൾക്കാർക്കും ഈ മുതിര കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടലിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ ആഴ്ചയിൽ 1-2 പ്രാവശ്യം മുതിര കഴിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ആസ്മ അറ്റാക്കുള്ള ആൾക്കാർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഹെൽത്തിൽ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു സംഭവമാണ് അനീമിയ അല്ലെങ്കിൽ ചോരക്കുറവ്. അപ്പോൾ ഈ രക്തത്തിൻ്റെ കുറവ് ഉള്ള ആൾക്കാർക്ക് ഈ മുതിര കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾ മുതിര കറി വെച്ച് കഴിക്കുന്നതിന് മൂലം എന്ത് ചെയ്യും, ഈ നമ്മളുടെ രക്തം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അയൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. മുതിരയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ, ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മലബന്ധം പോലത്തെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുതിര സഹായിക്കുന്നതാണ്. സ്ത്രീകളിലാണെങ്കിൽ ഉണ്ടാവുന്ന മെൻസ്ട്രുവേഷൻ പ്രോബ്ലം, അമിതമായ വയറുവേദന അല്ലെങ്കിൽ ബ്ലീഡിങ് പ്രോബ്ലം, ഇങ്ങനത്തെയൊക്കെയുള്ള പ്രോബ്ലം സഫർ ചെയ്യുന്ന സ്ത്രീകളിൽ ഈ നമ്മൾ മുതിര കഴിക്കുന്നതിന് മൂലം ഈ സിംറ്റംസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുതിര ഉപയോഗിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. പിന്നെ ഈ ജലദോഷം, ചുമ, ഇങ്ങനത്തെയൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷം അല്ലെങ്കിൽ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഈ മുതിര ഉപയോഗിക്കുന്നത് ഈ ജലദോഷം അല്ലെങ്കിൽ അലർജി ആയിട്ടുള്ള അറ്റാക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് മുതിര. അപ്പോൾ ആർക്കൊക്കെ അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തുമ്മൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം, ഇങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഡയറ്റിൽ മുതിരയും കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഷുഗറുള്ള ആൾക്കാരിൽ ഈ ബ്ലഡ് ഷുഗർ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഫലപ്രദമാണ് ഈ മുതിര എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ കുറേ ന്യൂട്രിയൻസും കൂടി അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീന്, കാൽഷ്യം, പിന്നെ അയൺ, ഇങ്ങനത്തെയൊക്കെയുള്ള ഫൈബർ, ഇങ്ങനത്തെയൊക്കെയുള്ള കുറേ ന്യൂട്രിയൻസും നമ്മളുടെ ഈ മുതിരയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ് നമ്മളുടെ ബോഡിക്ക് കിട്ടുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം അല്ലെങ്കിൽ കാൽഷ്യമിൻ്റെ മൂലം നമുക്ക് എന്താവും, നമ്മുടെ ബോൺ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളുടെ എല്ലുകൾക്ക് ഫലപ്രദമായിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഫൈബർ കണ്ടന്റ് നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളാണ്. പിന്നെ പ്രോട്ടീൻ, ഇങ്ങനത്തെയൊക്കെയുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ മുതിരയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള കിഡ്നി സ്റ്റോൺസോ ഇങ്ങനത്തെയൊക്കെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ആസ്മയോ ഇങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഡയറ്റിൽ മുതിര ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ എന്ത് ചെയ്യാം, ഈ മുതിര വേവിച്ച വെള്ളം ജസ്റ്റ് കുടിച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.